ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു ഈന്തപ്പഴ ലേഹം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കാണിക്കാനാണ് കേട്ടോ. ഞാനിവിടെ ഉണ്ടാക്കിയതാണ്, അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം എല്ലാവരും ചോദിച്ച് ഇതെങ്ങനെ ഉണ്ടാക്കിയതെന്ന്. അപ്പം ഞാൻ പറഞ്ഞു അതിൻ്റെ റെസിപ്പി ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്ന്. അങ്ങനെ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഒരു ലേഹമാണ് കേട്ടോ. പ്രസവിച്ച് കിടക്കുന്നവർക്കും പ്രായപൂർത്തിയാകുന്ന പെൺകുട്ടികൾക്കും ഒക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കും. പിന്നെ മെലിഞ്ഞൊട്ടിയിരിക്കുന്ന കുട്ടികൾക്ക്, ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് കളിയൊക്കെ കഴിഞ്ഞ് വരുമ്പം അവരെ ആ ഒരു ക്ഷീണത്തിനും ഉന്മേഷത്തിനൊക്കെ നല്ലതാണ് കേട്ടോ ഇത് കൊടുത്താൽ. 3 വയസ്സ് മുതലാണ് നമ്മൾ കുട്ടികൾക്ക് ഇത് കൊടുക്കുക. എല്ലാ മക്കൾക്കും ഭക്ഷണശേഷം 1 ടീസ്പൂൺ കൊടുക്കാം, 2 നേരം വെച്ച്. ഈ ലേഹം ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ഇവിടെ 1 കിലോ ഈത്തപ്പഴം എടുത്തിട്ടുണ്ട്. നന്നായി കഴുകി വൃത്തിയാക്കി വെച്ച് കുരു കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കിലോ കൊച്ചുള്ളി നന്നായി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് തന്നെ 150 ഗ്രാം ബദാം ഞാനിതാ വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തന്നെ ഞാൻ 200 ഗ്രാം കടല വറുത്തത് എടുത്തിട്ടുണ്ട്. ഒരു 100 ഗ്രാം അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഏലക്കായ് പൊടിച്ചെടുക്കാനുണ്ട്, അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ. ഒരു 2 ടീസ്പൂൺ, കുഞ്ഞ് ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. കുറച്ച് ജീരകവും, ഇത് ഫുള്ള് വേണ്ട, ഇതിൻ്റെ പകുതി ഇട്ടാൽ മതി. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, കുറച്ച് വെളിച്ചെണ്ണ മതി കേട്ടോ, ഒരു 200 മില്ലിയൊക്കെ മതി കേട്ടോ. പിന്നെ ഇതാ രാഗിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. 1/2 കിലോ ശർക്കര നല്ല പാനിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാനിതാ കൂവപ്പൊടി 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഞാനൊരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ചുവന്നുള്ളി, അതായത് കൊച്ചുള്ളി, വൃത്തിയാക്കി വെച്ച 1 കിലോ ഈന്തപ്പഴം, ഇവ രണ്ടും ഇട്ട് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഒരു വിസിലിന് തന്നെ ഇത് നന്നായി വെന്ത് കിട്ടുന്നതാണ് കേട്ടോ. വേവിക്കാതെ ജ്യൂസ് അടിച്ച് ഒഴിച്ചാലും മതി. ഞാനിവിടെ വേവിച്ചിട്ടുണ്ട് കേട്ടോ. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും നിങ്ങൾ മറക്കണ്ട കേട്ടോ. ഇങ്ങനെയൊക്കെ നമ്മളെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ മക്കൾ പെട്ടെന്ന് ഒന്ന് ഉഷാറാവും കേട്ടോ. എൻ്റെ കുട്ടികൾക്ക് ഒരാൾക്കേ ഇത് പറ്റുള്ളൂ, 2 മക്കൾക്കും ഇത് പറ്റൂല. ഇക്കാക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് വെന്ത് വരുമ്പോഴേക്കും ഞാനിതാ 2 തേങ്ങയുടെ തേങ്ങാപ്പാലുണ്ടല്ലോ, അതിൽ 1-ാം പാൽ എടുത്ത് മാറ്റി വെച്ചതിൻ്റെ ശേഷം 2-ാം പാൽ നന്നായി വെള്ളത്തിലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാനിതാ ആ പാലൊക്കെ ഒന്ന് പിഴിഞ്ഞെടുക്കട്ടെ. ഒന്നാം പാല് നമുക്ക് ആവശ്യമുണ്ടാകും, അതവിടെ വേറെ തന്നെ വെക്കണം. 2-ാം പാലിലാണ് നമുക്ക് എല്ലാ പൊടികളും ചേർത്ത് കൊടുക്കാനുള്ളത് കേട്ടോ. അങ്ങനെ 1-ാം പാല് അതവിടെ മാറ്റി വെക്കുന്നുണ്ട്. ഇതാണ് 2-ാം പാൽ കേട്ടോ. അങ്ങനെ നമ്മൾ അണ്ടിപ്പരിപ്പ്, കടല ഇതൊക്കെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം പൊടിച്ചെടുത്തതിന് ശേഷം ഞാനിതാ ലേഹം വരകാനായിട്ട് ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ആദ്യം തന്നെ ഒഴിച്ചു കൊടുത്തത്. അതിലേക്ക് വേവിച്ച് വെച്ച ഈന്തപ്പഴവും കൊച്ചുള്ളിയും ഇതാ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എൻ്റെ സഹായത്തിന് എനിക്ക് ഇക്ക ഉണ്ട് കേട്ടോ. ഇക്കൻ്റെ ഒരു ആവശ്യം എനിക്കുണ്ട്, കാരണം ഇത് നന്നായി ഇളക്കാനുള്ളതാണ്. അത് എന്നെക്കൊണ്ട് ഒറ്റയ്ക്ക് പറ്റൂല. അപ്പം ഞാൻ ക്യാമറ പിടിക്കുന്നത് കൊണ്ട് ഇക്കയാണ് കേട്ടോ അതൊക്കെ ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളിതൊന്ന് ശരിക്കൊന്ന് സെറ്റാക്കി തരീന്ന് പറഞ്ഞു. അങ്ങനെ സെറ്റാക്കി തരാണ് കേട്ടോ. അങ്ങനെ അതും കൂടി ഇട്ടിട്ട് പിന്നെ അതിലേക്ക് 2-ാം പാലായ തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ ഒഴിച്ചിട്ട് നന്നാക്കി ഒന്ന് കട്ട കുത്താതെ ഒന്ന് ഉടച്ചെടുക്കണം കേട്ടോ. അതും ഉടച്ചെടുത്തതിൻ്റെ ശേഷം അതിലേക്ക്
അണ്ടിപ്പരിപ്പ് പൊടിച്ചത് ഇട്ട് കൊടുത്തു. പിന്നെ കടല പൊടിച്ചത് ഇട്ട് കൊടുത്തു. ഒക്കെ കട്ട കുത്താതെ നന്നായി ഇളക്കി കൊടുക്കണേ. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇക്ക ഇളക്കുന്നത് കൊണ്ട് കട്ട കുത്താതെ നന്നായിട്ട് ഇളക്കി തരുന്നുണ്ട് കേട്ടോ. അതും ഇളക്കിയതിൻ്റെ ശേഷം ഇതാ 1 കപ്പ് രാഗിപ്പൊടി ഇട്ട് കൊടുത്തിട്ടോ. രാഗിപ്പൊടി എന്ന് പറഞ്ഞാൽ മുത്താറിപ്പൊടിയാണ്, പൊടിച്ചു വെച്ചതുണ്ടായിരുന്നു, അതാണ് കേട്ടോ. രാഗിയൊക്കെ അതുപോലെ തന്നെ അരച്ച് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നന്നാവും. ഇതും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഏതാ ഉള്ളത് എങ്കിൽ അത് ഉപയോഗിച്ചാൽ മതി. അങ്ങനെ അതും കൂടി നന്നായി ഒന്ന് സെറ്റാക്കി ഇളക്കി കൊടുക്കുന്നുണ്ട്. കൂവപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂണാണ് ഞാൻ ഇട്ട് കൊടുത്തത്. അങ്ങനെ നമുക്കിതൊക്കെ ഒന്ന് സെറ്റാക്കി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതെന്താണെന്നറിയോ, ഇത് ബദാം അരച്ചെടുത്തതാണ് കേട്ടോ. ബദാം കുതിർത്തി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഞാനിതാ ഒന്ന് ജ്യൂസ് അടിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടി ഒഴിച്ചു കൊടുത്തു. ബാക്കിയുള്ള തേങ്ങാപ്പാലും അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഇനി നന്നായി ഇളക്കി സെറ്റാക്കി എടുക്കുക. തേങ്ങാപ്പാൽ മൊത്തമായിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടോ. അപ്പം ഇങ്ങനെ കണ്ടപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടിയുടെ പോരായുണ്ടായിരുന്നു, അപ്പോൾ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടോ. അതും കൂടി നന്നായി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇപ്പം ഏകദേശം മഗ്‌രിബ് ബാങ്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിങ്ങനെ ഈ പരിപാടി ഇത്ര സെറ്റാക്കി എടുത്തപ്പോൾ അപ്പോൾ ഇക്ക പറഞ്ഞു നമുക്ക് മഗ്‌രിബൊക്കെ നിസ്കരിച്ചതിന് ശേഷം നമുക്ക് ഇനി തുടങ്ങാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിലേക്ക് ബാക്കി കൊടുക്കാണ്ടായിരുന്നു നമ്മളെ ശർക്കരപ്പാനി, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് കല്ല് കൂടാതെ അരിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഇടാത്തൊരു സാധനമാണ് ഉപ്പ്. ഈ മധുരത്തെ ഒക്കെ ബാലൻസ് ചെയ്യാനായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ അതിനൊരു പിഞ്ച് ഉപ്പിട്ട് കൊടുത്തു. അപ്പം ഇക്ക പറഞ്ഞു കുറച്ചും കൂടി ഇടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുറച്ചും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ ജീരകം, ഏലക്കായ് ഇത് രണ്ടും പൊടിച്ചെടുത്തിട്ട് അതും കൂടി ലാസ്റ്റ് അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ആ തോല് കുടുങ്ങരുത്, അതിന് വേണ്ടിയിട്ടാണ് അതൊരു അരിപ്പെടുത്തിട്ട് അരിച്ചതിലേക്ക് ഇട്ട് കൊടുത്തത്. അങ്ങനെ നമ്മളെ എല്ലാ ചേരുവകളും ഇതിലേക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഇത് ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം പുറത്ത് 3 കല്ല് വെച്ചിട്ട് നമ്മൾ അതിലിതാ തീയൊക്കെ പിടിപ്പിച്ചിട്ട് നമ്മളെ ഉരുളിയും നമ്മളെ ഈ ഒരു ഈത്തപ്പഴ ലേഹത്തിനുള്ള കൂട്ടും റെഡിയാക്കിയിട്ട് നമ്മളിതാ അടുപ്പത്ത് വെച്ച് നന്നായി കത്തിച്ച് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കണം, അടിയിൽ പിടിക്കരുത്. നല്ല കട്ടിയുള്ള പാത്രത്തിൽ എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കണം. അങ്ങനെ ഏകദേശമൊക്കെ ഇതിങ്ങനെ വെന്ത് വന്നതിൻ്റെ ശേഷം നമ്മൾ 1-ാം പാലുണ്ടല്ലോ, ആ 1-ാം പാല് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളെ ലേഹം ഏകദേശമൊക്കെ റെഡിയായി, ഇങ്ങനെ വെന്തൊക്കെ റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്. കഴിഞ്ഞിട്ടില്ല, ഇനിയും ഇളക്കണം. നല്ല കുറുകി വരട്ടെ കേട്ടോ. ഇപ്പം ലേഹം കുറുകി വരുന്നുണ്ട്. ഈ സമയത്തൊക്കെ നമ്മൾ എപ്പോഴും കൈ വിടാതെ ഇളക്കി കൊടുക്കണം, അടി പിടിക്കുമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ലേഹം ഏകദേശം ഇങ്ങനെ റെഡിയായി ഇങ്ങനെ വരുന്നുണ്ട്. ഈ സമയത്താണ് ഞാനിതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുത്തത്.
എൻ്റെ കയ്യിലുള്ള ഈ ഒരു ബോട്ടിലിന് 2 ബോട്ടിൽ നെയ്യാണ് ഞാൻ ഒഴിച്ചത്. ഏകദേശം ഒരു 100 ഗ്രാം നെയ്യ്, ഒരു 200 ഗ്രാം വെളിച്ചെണ്ണ. ഇത്ര മാത്രമേ ഇതിലേക്ക് എണ്ണയും നെയ്യും ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മളെ ലേഹം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏറ്റവും ഇഷ്ടപ്പെടും, എല്ലാവർക്കും നന്നായി ഇഷ്ടപ്പെടുന്നൊരു ലേഹമാണ്. കുറച്ച് ബുദ്ധിമുട്ടിയാലും നമുക്ക് അടിപൊളി ലേഹം നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ഇതുപോലെ തയ്യാറാക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ ലേഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ എന്നെ നന്നായി ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളെ മുന്നിൽ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.